ആമേൻ. ഒരു കാര്യം എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി. ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ നാം അവനെ ചുമന്നാൽ നമ്മുടെ ബലഹീനതയിൽ നമ്മെ ചുമക്കാൻ അവനുണ്ടായിരിക്കും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ നമ്മൾ കർത്താവിനെ നല്ല മനസ്സോടെ സേവിച്ചാൽ ആമേൻ, നമ്മുടെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മെ കൈവിടാത്തൊരു നല്ല ദൈവമുണ്ട്. ആമേൻ. ദൈവം തൻ്റെ കുഞ്ഞിനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. സഭ പ്രാർത്ഥിച്ചു. ആമേൻ. അതിൻ്റെ റിസൾട്ട് കണ്ണുകൊണ്ട് കാണുവാൻ ഇടയായി. കരമടിച്ച് കർത്താവിന് നന്ദി പറ. പ്രൈസ് അല്ലാഹ്. ഏതാനും മിനിറ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കൊച്ചു ദൂത് നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. സ്തോത്രം. വേഗത്തിൽ നമ്മുടെ വേദപുസ്തകം നമുക്ക് തുറക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 25 മുതൽ ഏകദേശം 32 വാക്യം വരെയാണ് നമുക്ക് വായിക്കേണ്ടത്. എല്ലാം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ചില കാര്യങ്ങൾ ഓടിച്ച് പറയാം. നിങ്ങൾ ഡിസ്പ്ലേയിലിട്ട ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈബിൾ തുറന്നിട്ടുള്ളവർ വേദപുസ്തകത്തിലും ആ കാര്യം നോക്കുക. ഞാൻ വായിച്ചോളാം ദൈവാസനെ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഈ അധ്യായം എന്ന് ആത്മാവിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഒരു അധ്യായമാണ്. പരിശുദ്ധാത്മാവ് കർത്താവിന് വഴികാട്ടുവാൻ ഒരു യോഹന്നാനെ ദൈവം ഒരുക്കുന്നു. ഞാൻ ഇന്ന് പറയാറുണ്ട്, പരിശുദ്ധാത്മ നിയോഗത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഭൂജാതനായ യേശുവിന് വഴികാട്ടുവാൻ ആത്മനിറവുള്ള യോഹന്നാനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒന്നുകൂടി പറയാം. പരിശുദ്ധാത്മ ശക്തിയാൽ പരിശുദ്ധാത്മ നിയോഗത്താൽ ജനിച്ച യേശുവിനെ വഴികാട്ടുവാൻ പരിശുദ്ധാത്മ പൂർണ്ണതയുള്ള നിയോഗമുള്ള യോഹന്നാനെയാണ് ദൈവം വെളിയിൽ കൊണ്ടുവന്നത്. എന്നാൽ ഈ 2-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് അന്നത്തെ വൈദ്യനായ ലൂക്കോസ് എന്ന് പറയുന്ന അന്നത്തെ ഡോക്ടറായ ആ മനുഷ്യൻ, താൻ ഒരു ചരിത്രകാരൻ കൂടിയാണ്. പഴയ നിയമത്തിൽ ആമേൻ സ്തോത്രം പല കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മൾ വായിക്കുമെങ്കിലും നമ്മുടെ അകത്ത് ചിലതൊക്കെ സംശയം തോന്നാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങളിൽ മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ തറയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് പഠിക്കാനും വായിക്കാനും കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷമാണ്. കാരണം ലൂക്കോസ് അന്നത്തെ ഒരു വൈദ്യനായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ അത് കറ തീർത്ത് വ്യക്തമായിട്ടാണ് ലൂക്കോസ് എഴുതിയിരുന്നത്. എന്ന് വെച്ചാൽ ഒരു കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് എഴുതിയാൽ അതിൻ്റെ അനന്തരമായ സംഭവങ്ങൾ എല്ലാം പഠിച്ച് മനസ്സിലാക്കി മാത്രമേ താൻ എഴുതത്തുള്ളൂ. അതിനൊരു ഉദാഹരണം കൂടി. ലൂക്കോസ് 5-ാം അധ്യായത്തിലെ പത്രോസിൻ്റെ മീൻപിടുത്തം അവൻ ലൂക്കോസ് വിവരിച്ചപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നു, ആ ഗന്നേസര തടാകത്തിൻ്റെ കരയിൽ ചെല്ലുകയും അവിടെ നിന്ന് താനത് നേരിട്ട് പഠിക്കുകയും ആ സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവമുള്ള പലരോടും ചോദിച്ച് മനസ്സിലാക്കി എഴുതിയ ചരിത്രമാണ് ലൂക്കോസിൻ്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മറ്റൊരിടത്തും പറയാത്ത, ഒരുപാട് ആവർത്തിച്ച് പറയാത്ത, അല്ലെങ്കിൽ മത്തായിയിലും മർക്കോസിലും യോഹന്നാനിലുമൊക്കെ എടുത്താവർത്തിച്ച് പറയാത്ത ഒരു കൊച്ചു കാര്യം ലൂക്കോസ് 2:25 മുതൽ 35 വരെ വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആരാണ്, എന്താണ് ആ സംഭവം എന്ന് ചുരുക്ക നിമിഷം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റാരുമല്ല, നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഗ്ദത്തത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ വാദൂരാതെ പ്രസംഗിക്കുന്ന ഒരു ദൈവമനുഷ്യനുണ്ട്. തൻ്റെ പേര് ശിമയോൻ എന്നാണ്. അവൻ ഈ കാലഘട്ടം അല്ലെങ്കിൽ തൻ്റെ പേര് എഴുതുന്ന ഈ കാലഘട്ടത്തിൽ വയോവൃദ്ധനായി
പ്രായം ചെന്നവനായി വൃദ്ധനായി ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവ മനുഷ്യൻ കൂടിയാണ് ഇവിടെ പറയുന്ന ശിമയോൻ എന്ന് പറയുന്നത്. ശിമയോൻ എന്ന പേരുള്ള ഒരുപാട് പേര് അന്ന് ജീവിച്ചിരുന്നു. വേദപുസ്തകത്തിലും ശിമയോൻ എന്ന പേരുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒരുപാട് ശിമയോനേക്കാൾ വ്യത്യസ്തനായിരുന്നു ഇവിടെ വായിച്ച ശിമയോൻ. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് പകൽ ഒരു ദൂത ദൈവസഭയോട് ദൈവാത്മാവ് ഞാൻ പറയുന്നു, അവൻ നിന്റെ പേരുള്ള ഒരുപാട് പേര് നിങ്ങൾ ജനിച്ചെടുത്ത് കണ്ടേക്കാ, നിങ്ങൾ പാർക്കുന്നിടത്ത് കണ്ടേക്കാ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് കണ്ടേക്കാ. എന്നാൽ ആത്മാവ് ഇന്ന് നിങ്ങളോട് ചലഞ്ചായിട്ട് ചോദിക്കുന്നു, അവരെക്കാൾ വ്യത്യസ്തനായിട്ട് ഇന്നൊരു പ്രഭാതത്തിൽ ജീവിതം നയിപ്പാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് ഇതിനകത്തുണ്ട്? അവർ കരമടിച്ച് ദൈവത്തിന് നന്ദി പറ. എന്റെ പേരുള്ള പേരുള്ള ഒരുപാട് പേര് കണ്ടേക്കാ, ഞാൻ പാർക്കുന്ന ഇടത്ത് കണ്ടേക്കാ, ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കണ്ടേക്കാ. എന്നാൽ അവരെക്കാൾ വ്യത്യസ്തമായി ഒരു ജീവിതം കാഴ്ചവെക്കാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് ദൃഢനിശ്ചയമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? അവർ കരമുയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ. എന്താണ് ഈ ശിമയോന്റെ ചരിത്രമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണോ? ഈ മനുഷ്യൻ എവിടത്തുകാരനാണ്? ശിമയോന്റെ ഒരു 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, എന്നോടൊപ്പം വരണം, സമയം പോകില്ലോ. യെരുശലേമിൽ ശീമോൻ തന്റെ സ്ഥലം യെരുശലേമാണ്, താൻ പാർക്കുന്ന സ്ഥലം യെരുശലേമാണ്. യെരുശലേം എന്ന് എഴുതാൻ ഒരു കാര്യമുണ്ട് കേട്ടോ. നമുക്കറിയാം, ആമൻ എറണാകുളം പട്ടണത്തിൽ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി എന്നൊക്കെ പറയുന്ന പോലെ സ്ഥലം കൊണ്ട് പെരുമയുള്ള ചില പേരുകളുണ്ടല്ലേ, പേരുകളുണ്ട്, ചില സ്ഥലമുണ്ട്. യെരുശലേം എല്ലാവർക്കും അറിയപ്പെട്ടൊരു സ്ഥലമാണ്. പരിശുദ്ധ റൂഹ ഈ തിരുവചനം എഴുതുമ്പോൾ ശിമയോന്റെ ചരിത്രം തൊട്ടടുത്ത് ഇങ്ങനെ എഴുതി, അവൻ എവിടത്തുകാരനാ? അവൻ യെരുശലേമിലുള്ളവനാണ്. എന്താണ് യെരുശലേമിന്റെ പ്രത്യേകത? അനവധി മലകളും കുന്നുകളും കൊണ്ട് നിറയപ്പെട്ട ഒരു സ്ഥലം. ദാവീദിന്റെ ഭാഷ പറഞ്ഞാൽ സിയോൻ നഗരം, അവൻ കുറച്ചുകൂടി ആഴത്തി പറഞ്ഞാൽ സിയോൻ കോട്ട. സിയോൻ എന്നൊക്കെ പറയുന്നത് സ്വർഗത്തിന് നിഴലായിട്ട് പറയുന്നതാണ്. യെരുശലേം മറ്റൊരു കൊണ്ട് അവൻ ആലംകരമായിട്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ? യെരുശലേമിലാണ് അവൻ യഹൂദന്റെ അഭിമാന സ്തംഭമായ ദൈവാലയം നിലനിൽക്കുന്നത്. കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന യെരുശലേം ദൈവാലയം നിൽക്കുന്നത് ആമേൻ യെരുശലേമിലാണ്. ആരാണ് ഈ മനുഷ്യൻ? യെരുശലേം നിവാസിയാണ്. എന്താണ് ഈ മനുഷ്യന്റെ പ്രത്യേകത എന്നറിയാമോ? അടുത്ത വാക്യം പറയുന്നു, ആ ഇസ്രായേലിൽ അവൻ ഇങ്ങനെ ഒരു മനുഷ്യൻ, നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേരവിടെ ഉണ്ടെങ്കിലും ശിമയോന്റെ ഒന്നാമത്തെ പ്രത്യേകത, ശിമയോൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. അവൻ അനീതി വിട്ട്, അനീതി കണ്ടിട്ട് അനീതിയുടെ കൂടെ നിൽക്കുന്നവനല്ല ശിമയോൻ. പകരം ശിമയോൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഞാൻ ഒരൊറ്റ ദൂത പറയാ, അവൻ നീതിമാനായി ദൈവ പൈതലെ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ചില നിയോഗങ്ങൾ ദൈവം നിന്റെ മേൽ ഏൽപ്പിക്കാൻ തയ്യാറാണ്. ഈ പുസ്തകം ഒരു കയ്യിൽ പിടിച്ച് മറുകൈയിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ദേശത്ത് ജീവിക്കുമ്പോൾ ഈ ശിമയോന്റെ പ്രത്യേകത, ശിമയോൻ നീതിമാനാണ്. ശിമയോൻ നീതിമാനാണ്. ഒരു ദൈവ പൈതൽ നീതിമാനാകുന്നത് അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. അങ്ങനെ ചിലർക്കൊരു ധാരണയുണ്ട്, നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല നീതിമാന, നല്ല നോളേജ് ഉണ്ടെങ്കിൽ നല്ല നീതിമാന. ഞാൻ കാണിച്ചു തരാ. അവൻ വാനോളം പഠിച്ച് പുസ്തകങ്ങൾ മാറി മാറി പുസ്തക പുഴുപോലെ അരിച്ചു പിടിച്ച് ആയിരക്കണക്കിന് നൂറുകണക്കിന് സർട്ടിഫിക്കറ്റ് അവൻ 2 കൈയിലും പിടിച്ചു വാങ്ങി അനീതി മാത്രം ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഉള്ളപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത, കുലശ്രേഷ്ഠത പറയാനില്ലാത്ത, ദാരിദ്ര്യനായി ജീവിക്കുന്ന എത്രയോ പേര് നീതിമാന്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരുവൻ നീതിമാനാകുന്നത് അവന്റെ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ അവന്റെ കഴിവുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ദൈവ പൈതലേ, അവന്റെ അകത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ എടുക്കുന്ന തീരുമാനമാണ് ഒരുവനെ നീതിമാനാക്കി മാറ്റുന്നത്. അനീതി കാണുമ്പോൾ അനീതിയിലേക്ക് കാൽച്ചുവട് വെക്കാതെ, അനീതി നിന്നെ പിടിച്ചു കുലിക്കുമ്പോൾ അത് വിട്ട് മാറി ദൈവത്തിന്റെ വചനത്തിൽ നിൽക്കുന്നവന്റെ പേരാണ് നീതിമാൻ എന്നത്. കരമുയർച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്.
തീർന്നില്ല. രണ്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ മനുഷ്യൻ നീതിമാനായിരുന്നു. ഒരു കാര്യം ഒന്ന് പറയണം കേട്ടോ, ഈ ലൂക്കോസിനെ കൊണ്ട് ആത്മനിയോഗത്തിൽ അല്ലെ എല്ലാ തിരുവഴുത്തും ദൈവസ്വാസ്യമാകിയാൽ മനുഷ്യൻ അതിനകത്ത് വകതിരിവ് പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിലാണ് ഇത് എഴുതി വെച്ചത്. ഏത് തിരുവഴുത്ത്? അതാ തിമോഥെയോസിന്റെ ലേഖനം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ വകതിരിവ് പ്രാപിക്കേണ്ടതിന് ആത്മനിയോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇത് കുറിച്ചു വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കള്ളം പറയില്ല. പരിശുദ്ധാത്മാവ് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ആ മനുഷ്യൻ നീതിമാനായിരുന്നു. അല്ലേ അല്ലേ? ആ മനുഷ്യൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. അവൻ നോക്കിക്കേ, എനിക്ക് വേണമെങ്കിൽ അവൻ ഇവിടെ ഇരിക്കുന്ന സനിയെയോ ഇവിടെ ഇരിക്കുന്ന ജീസിനെയോ ഇവിടെ ഇരിക്കുന്ന ജോസനെയോ ഒക്കെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ, പുറമെയുള്ള ഭാഗ്യമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നീതിമാനായിട്ട് തോന്നാം. പക്ഷേ എൻ്റെ കണ്ണുകളുടെ കണ്ണല്ല ദൈവത്തിൻ്റെ കണ്ണ്. സ്വത്രം അല്ലേ? എൻ്റെ കണ്ണല്ല ദൈവത്തിൻ്റെ കണ്ണ്. ആമൻ ആമൻ. അന്നത്തെ ആമൻ ഗന്നസരത്ത് തടാകത്തിൽ കൂടി അടിത്തട്ടി കൂടി പോകുന്ന മീനിനെ കണ്ടവൻ, മീനിനകത്ത് ചതുദ്രഹ്മ പണം കണ്ടവൻ. സ്തോത്രം. എന്നെയും നിങ്ങളെ ഒറ്റ നോട്ടം നോക്കിയിട്ട് നീതിമാനെന്ന് വിളിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ ഇന്നൊരു പകൽ ദൈവം തയ്യാറാണെങ്കിൽ നമ്മെ പോലെ ഭാഗ്യം ചെയ്തവർ വേറെ ഇല്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ. ദൈവം ഒന്ന് നോക്കി, പരിശുദ്ധാത്മാവ് നോക്കി. എന്നിട്ട് അവൻ ശിമയോനെ കുറിച്ച് ഇങ്ങനെ എഴുതി. ശിമയോൻ ആരാണ്? അവൻ നീതിമാനാണ്. ഞാൻ ഈ മനുഷ്യനിൽ ഇന്നത്തെ ദൈവവചന പഠനത്തിനകത്ത് എൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്ന ഒരു ദൂതാണ് ഞാൻ ഈ പറയുന്നത്. അവൻ ഒന്ന്, ശിമയോൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. രണ്ടാമത്തെ, ഈ മനുഷ്യന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി, അവരന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യൻ. ഒരു സ്വത്രം പറയാൻ പറ്റുമോ? ഒന്നുകൂടി പറയാ. യെരൂശലേം ദൈവാലയത്തിനകത്തിരിക്കുമ്പോൾ എൻ്റെ ഇടവും വലവും ഇരിക്കുന്നവന് ഒരാശ്വാസം ഉണ്ടാകണം. എൻ്റെ അയൽക്കാരന് ഒരാശ്വാസം ഉണ്ടാകണം. അവൻ എന്നോട് പരിചയമില്ലാത്തവന് ഒരു ആശ്വാസം ഉണ്ടാകണം. ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള എത്ര ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് ദൈവമക്കളെ. ശിമയോന്റെ രണ്ടാമത്തെ പ്രത്യേകത, മറ്റൊരുത്തന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ. ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ ചിന്തിക്കുന്ന ആ റൂട്ടിൽ വരാൻ വരുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ ആമേൻ. എൻ്റെ ഇടവും വലവും ഇരിക്കുന്ന, എൻ്റെ അയൽപക്കത്തിരിക്കുന്ന, എനിക്ക് ദോഷം നിരൂപിക്കുന്ന, എനിക്കെതിരെ ദോഷം ചെയ്യാൻ നിൽക്കുന്ന ആമേൻ അവരൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ല ദൈവമക്കളെ? അതിരാവിലെ എഴുന്നേറ്റ് 10 സ്തോത്രം ചെയ്ത് അവൻ ദൈവമേ നല്ല ഉറക്കം തന്നതിന് നന്ദി, ദൈവമേ നല്ല കുടുംബം തന്നതിന് നന്ദി എന്ന് പറയുന്ന കൂട്ടത്തിൽ, ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ എനിക്കെതിരെ പാര വെക്കുന്നവനെ ഒന്നങ്ങ് തൊട്ടേക്കണേ കർത്താവേ, എൻ്റെ അയൽവക്കക്കാരനെ ദൈവം അങ്ങ് തൊട്ടേക്കണേ എന്നല്ല ശിമയോന്റെ പ്രാർത്ഥന. ശിമയോൻ മുട്ടുമടക്കുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അടുത്ത് കിടക്കുന്നവൻ ആശ്വാസത്തിന് വേണ്ടി. സ്വതന്ത്രം. ശിമയോന്റെ പ്രത്യേകത അതാണ്. ശിമയോന്റെ ക്വാളിറ്റി അതാണ്. ശിമയോൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആശ്വാസം കിട്ടണമെന്നല്ല, യെരൂശലേം നിവാസികൾക്ക് ആശ്വാസം കിട്ടണം. ആമേൻ. സഭ ഇന്ന് പകൽ ഇങ്ങനെ ഒരു ദൗത്യം ഒന്ന് ഏറ്റെടുക്കാൻ തുടങ്ങിയാൽ അടുത്ത സൺഡേ ഇതിനകത്ത് ആത്മാക്കൾ ഇടിച്ചു കയറും. ഒരു സ്തോത്രം പറയുന്നേ. ഹല്ലേലൂയ. ചില പാട്ടുകൾ പൂട്ടിക്കെട്ടേണ്ട കാലം കഴിഞ്ഞു. ചില പ്രാർത്ഥന രീതികൾ അടച്ചു വെക്കേണ്ട കാലം കഴിഞ്ഞു. ചില പ്രാർത്ഥന വാചകങ്ങൾ പണ്ട് റദ്ദ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. ഒന്നുകൂടി ആത്മാവ് പറയുന്നു, ദൈവസഭ അജണ്ടകൾ മാറ്റണം. ദൈവസഭ പ്രാർത്ഥനയുടെ അജണ്ട മാറ്റണം. ദൈവസഭ വ്യക്തിപരമായ അജണ്ടകൾ മാറ്റണം. എന്നിട്ട് ശിമയോനിലേക്ക് നോക്കിയിട്ട് പറയണോ, ശിമയോന്റെ പ്രത്യേകത ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. അവന്റെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? ഈ മനുഷ്യന് കുടുംബമുണ്ടോ, ഭാര്യയുണ്ടോ, കൊച്ചുങ്ങളുണ്ടോ, ഒന്നൊന്നും വേദപുസ്തകത്തിലില്ല ദൈവദാസനെ. തനിക്ക് ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, കുടുംബമുണ്ടോ, ഒന്നും വേദപുസ്തകത്തിൽ ശിമയോനെ കുറിച്ച് അങ്ങനെ ഒരു പഠനമൊന്നും ഇല്ല. ഞാൻ നോക്കിയിട്ട് കണ്ടുമില്ല.
എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ പുള്ളിക്കാരൻ മറ്റൊരു രീതിയിൽ ആശ്വാസത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ആലയത്തിനകത്തിരുന്ന് മറ്റുള്ളവൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസം ഞാൻ പറയാം. എന്നാന്നറിയോ? അത് ആലയത്തിനകത്താണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ തരുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ആലയമാണ്. സോദര ദൂത മനസ്സിലായില്ലല്ലേ? നാം ഇവിടെ ഇരുന്ന് ദൈവദാസന്മാർ കയറി പറയും നമുക്ക് ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുകയാണ്. ഏതോ രോഗിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു, ആരൊക്കെ വേണ്ടി നിങ്ങൾ കരഞ്ഞു. അവിടെ ചെയ്യുമ്പോൾ ദൈവം ചെയ്യുന്നത് ആ വ്യക്തികൾക്ക് മാത്രമല്ല, നമുക്കും ദൈവം വിടുതൽ തരികയാണ്. ആമേൻ. എളുപ്പമാർഗം ഞാൻ പറയാം. ഒരു വിടുതൽ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എനിക്കിന്നൊരു വിടുതൽ വേണം, ഞാൻ ഇന്ന് വിടുതൽ പ്രാപിച്ച് പോവൂ, ഞാൻ ഇന്നൊരു അനുഗ്രഹം കൊണ്ട് പോവൂ എന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ആ കരമൊന്ന് ഉയർത്തിക്കേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എളുപ്പമാർഗം യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന് അടുത്ത 5 മിനിറ്റിനകത്ത് ഒരു റിസൾട്ട് സംഭവിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? അടുത്തിരിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് കൈവച്ചേ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇന്നൊരു മിറക്കൽ സംഭവിക്കുക, ഇന്നൊരു അത്ഭുതം സംഭവിക്കുക. അപ്പോൾ ഈ നിമിഷം നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജാഗരിക്കുമ്പോൾ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ഭാര്യക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ധനത്തിനോ നിങ്ങളുടെ ജോലിക്കോ നിങ്ങളുടെ ബിസിനസ്സിനോ നിങ്ങളുടെ എഗ്രിമെന്റിനോ ഒന്നുമല്ല പ്രാർത്ഥിക്കേണ്ട. ദൈവമേ, ഇവന്റെ കുടുംബത്തിന് ഒരു ആശ്വാസം ഉണ്ടാവട്ടെ. ദൈവമേ, ഈ യവനക്കാരന് ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. ദൈവമേ, ഈ ദൈവദാസിക്ക് ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. ദൈവമേ, ഈ കുടുംബത്തിന് ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരത്ഭുതം ദൈവം ഇന്ന് പകൽ ചെയ്യുക. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് ദൈവം വേഗം വരുത്തി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശിമയോന്റെ പ്രത്യേകത, ശിമയോൻ തനിക്ക് വേണ്ടിയല്ല, ദൈവമേ ഇസ്രായേലിന്റെ മേൽ ഒരാശ്വാസം ഉണ്ടാകട്ടെ, ഇസ്രായേലിന്റെ മേൽ ഒരു സുഖമുണ്ടാവട്ടെ, എന്റെ അയൽവക്കക്കാരന് ഒരു സുഖമുണ്ടാവട്ടെ, എന്നെ ദ്രോഹിക്കുന്നവന് ഒരു സുഖമുണ്ടാവട്ടെ, എന്റെ ബോസിന് ഒരു സുഖമുണ്ടാകട്ടെ, എന്നെ നിന്ദിക്കുന്നവന്, എന്നെ അപമാനിക്കുന്നവന്, ഞാൻ താഴ്ച പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്നവന് ഒരാശ്വാസം ഉണ്ടാവട്ടെ. Praise Allah. Praise Allah. Praise Allah. ഒരു ട്രെയിനിങ്ങിനും പോകാതെ, ശ്രദ്ധിച്ച് കേട്ടേക്കണം, ഒരു ട്രെയിനിങ്ങിനും പോവാതെ, വ്യക്തിപരമായ സ്വഭാവ സവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഒരു പഠനത്തിൻ്റെ ക്ലാസ്സിനും പോകാതെ, ഈ വാർദ്ധക്യത്തിലെ ഈ മനുഷ്യൻ തൻ്റെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്തി. എങ്ങനെ? ഒന്ന്, നീതിമാനാകാൻ തീരുമാനിച്ചു. 2, ആമേൻ, ഈ സെൽഫായിട്ടുള്ള വിഷയം അങ്ങ് വിട്ടിട്ട് മറ്റുള്ളവൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പണിതെടുക്കണം. ആത്മീയ ജീവിതം കളിയല്ല കുഞ്ഞെ. ആത്മീയ ജീവിതം 2 തട്ടും 2 കൊട്ടും 2 അന്യഭാഷ്യം പറഞ്ഞു പോകുന്ന ഒന്നല്ല. ഒരു ആത്മീയ ജീവിതം അത് ചിട്ടപ്പെടുത്തി പണിതെടുത്ത് അവൻ നല്ല രീതിയിൽ ഒരുക്കിയെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. ഒന്ന് ശ്രദ്ധിച്ചേ, വ്യത്യസ്തനാകാൻ പറ്റുമോ? ശിമയോനെ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ക്യാരക്ടറാണ്. 3, 4, 5 വാക്യത്തിനകത്ത് പാരഗ്രാഫേ ഉള്ളൂ. അതിനകത്ത് പരിശുദ്ധാത്മാവിയും മനുഷ്യനെ ഒതുക്കി കളഞ്ഞു. പിന്നെ പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ, അന്ത്രയോസിനെ പോലെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മനുഷ്യൻ വേദവസത്തിൽ തിളങ്ങി നിൽക്കുന്ന മനുഷ്യനാ, നീതിമാനല്ലേ. 2 പുള്ളിയുടെ പ്രത്യേകത ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായി. 3-മതൊരു കാര്യം പറയാൻ പോകുക. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഒന്ന് എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു.
വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതുണ്ട്, നീ രക്ഷപ്പെട്ടു. വേറെ ഒന്നുമില്ലേലും ഇതുണ്ട്, രക്ഷപ്പെട്ടു. ഇന്ന് പകൽ സഭ കത്തും കേട്ടോ. സഭ തീ പിടിക്കുക. എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് 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 ഉറപ്പുള്ളവർ മാത്രം രണ്ട് കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. വാർദ്ധക്യം ചെന്നപ്പോ ആത്മാവ് പോയില്ല. പ്രായം ചെന്നപ്പോ ആത്മാവ് പോയില്ല, അല്ലേ? 60 കഴിഞ്ഞപ്പോ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി അല്ലായിരുന്നു ശിമയോന്. 60 കഴിഞ്ഞപ്പോ ആലയത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരല്ലേലി എന്ന് പറഞ്ഞേ. 60 കഴിയുമ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരുന്നവന്റെ ആത്മാവ് പോയപ്പോ 60 കഴിഞ്ഞിട്ടും ആത്മാവിൽ ആരാധിച്ച ശിമയോന്റെ മേൽ ആത്മാവിന് നഷ്ടം വന്നില്ല, ആത്മാവിന് കേട് വന്നില്ല, ആത്മാവിന് മൂലച്യുതി വന്നില്ല. അവൻ ആത്മാവിൽ നിറഞ്ഞവനായി. ദൈവ പൈതലേ, നീതിമാനായി ജീവിക്കാൻ സാധാരണഗതിയിൽ കഴിയില്ല. ഒരുവൻ നീതിമാനായി ജീവിക്കണമെങ്കിൽ അവന്റെ മേൽ ആത്മചൈതന്യം ഉണ്ടാവണം. അവന്റെ മേൽ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ്. ആമേൻ. കുഞ്ഞുങ്ങളെ, മക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. പെന്തക്കോസ്, നമ്മൾ പെന്തക്കോസുകാരാ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. പെന്തക്കോസുകാർ എന്ന് പറയുന്നത് ഒരു വർഗമല്ല, ഒരു വിഭാഗമല്ല. ആമേൻ. ആണോ? പെന്തക്കോസുകാർ എന്ന് പറയുന്ന ഒരു വർഗമല്ല, പെന്തക്കോസുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല. പെന്തക്കോസുകാർ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. സ്വതന്ത്രം കുറച്ചുകൂടി അതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ഈ ശൗല് അധികാരപത്രം മേടിച്ചുകൊണ്ട് ദമസ്കോസിലോട്ട് പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മാർഗക്കാരെ വല്ലവരെയും കണ്ടു കഴിഞ്ഞാൽ, ഈ മാർഗക്കാരായ ആരെങ്കിലും, മാർഗക്കാരായ എന്ന് വെച്ചാൽ ഈ അനുഭവമുള്ള, അങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ വാക്യം അങ്ങനെയാ. ഈ അനുഭവമുള്ള ആരെങ്കിലും അവിടെ കണ്ടാൽ അവരെയാ കൊന്നുകൊണ്ടിരുന്നത്. അപ്പൊ പെന്തക്കോസ് ഒരു സമൂഹമല്ല, പെന്തക്കോസ് ഒരു പ്രസ്ഥാനമല്ല, പെന്തക്കോസ് ഒരു അനുഭവമാണ്. എല്ലാരും പറഞ്ഞേ, പെന്തക്കോസ് അനുഭവം ഇതല്ല. ഇത് എവിടെയോ നരമ്പിന്റെ കുഴപ്പമാ. ചില എങ്ങനെയാ, ഞാൻ പെന്തക്കോസുകാരനാ എന്ന് പറഞ്ഞ് ഒരു വെട്ടല്, ആ വെട്ടൽ എവിടെയോ കൊണ്ട് ചികിത്സിക്കണം. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. ആ വെട്ടല് അരിവാള് പിടിപ്പിക്കും, ആ വെട്ടല് കോടതിയിലും കയറ്റും, ആ വെട്ടലുള്ളവന് എവിടെയും കയറി എന്തും കാണിക്കും. പക്ഷെ ആ വെട്ടലല്ല പെന്തക്കോസ്, ഇതൊരു അനുഭവമാണ്. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും തന്റെ ഇടത്തോട്ട് ചോദിക്കേ, എന്താണ് ഭാഷ അനുഭവം? പറ, ഞാൻ പറഞ്ഞു തരാം. ആ അനുഭവം പരിശുദ്ധാത്മാവാണ്. ആ അനുഭവം ആത്മനിയോഗമാണ്. ആ ആത്മാവ് നിയോഗമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ അനുഭവം പ്രാപിച്ചവരാ പെന്തക്കോസുകാർ. ആത്മാവില്ലാത്തവൻ പെന്തക്കോസുകാരനല്ല. എന്താണ് അനുഭവം? കുഞ്ഞുങ്ങളെ പറ, പെന്തക്കോസിന്റെ അനുഭവം എന്നാ? പരിശുദ്ധാത്മാവ്. വചനം വേണമല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടതിൻ്റെ കൂടെ ഈ വചനം കൂടി കേട്ടിട്ട് വേഗം പോവാം. കല്യാണം കഴിക്കാനേ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം. എന്തായാലും ഇവരൊക്കെ കല്യാണം കഴിക്കണമല്ലോ. കല്യാണം കഴിക്കാത്ത മക്കളൊക്കെ കേട്ടോ. ഇപ്പം നേരെ തിരിച്ചു. ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടി പയ്യൻ പെണ്ണ് കാണാൻ വരുമ്പോൾ ചോദിക്കുന്ന ഫേസ്ബുക്ക് ഉണ്ടോ, യൂട്യൂബ് ഉണ്ടോ, ഇൻസ്റ്റാഗ്രാം ഉണ്ടോ എന്നാ, അല്ലേ? പക്ഷേ അഭിഷേകവും കൃപയും വിശുദ്ധിയോടെ ജീവിച്ച അപ്പച്ചന്മാരുണ്ടായ ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസിലെ പെണ്ണിനെ കെട്ടാൻ വരുമ്പോൾ ആദ്യം പേര് ചോദിക്കും, 2 സ്നാനപ്പെട്ടൊന്നിരിക്കും, 3 ചോദിക്കും അഭിഷേകം പ്രാപിച്ചൊന്നിരിക്കും. അത് ചോദിക്കുമ്പോൾ ഇങ്ങനെ റാടിച്ചോണ്ട് ഇന്ന അപ്പച്ചൻ പറയും, എഴുന്നേക്കട, ഇത് ഗുണമില്ലാത്ത സാധനമാണെന്ന് പറയും. മനസ്സിലായില്ലല്ലേ? സ്നാനപ്പെട്ടുവാണോ, അഭിഷേകം പ്രാപിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വെച്ച് താഴ്ത്ത ഇത് രണ്ടുമില്ല. എൻ്റെ ഫേസ്ബുക്ക് ഉണ്ട്, യൂട്യൂബ് ഉണ്ട് എന്ന് പറഞ്ഞാലേ കൂടെ വന്ന അപ്പച്ചൻ കൊച്ചനോട് പറയും, അല്ലെങ്കിൽ ഉപദേശി പറയും, എഴുന്നേക്കടാന്ന് പറയും, എഴുന്നേക്കെന്ന് പറയും. പക്ഷെ ഇപ്പൊ കല്യാണം കഴിക്കണം, നിങ്ങൾക്ക് ആത്മാവും വേണ്ട. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലാരും? ആത്മാവും വേണ്ട, പ്രാപിക്കണമെന്ന് താല്പര്യവുമില്ല, അതിനോട്ട് ആരും പ്രേരിപ്പിക്കുന്നുമില്ല, അങ്ങനെ വേണമെന്നുള്ള പഠിപ്പിക്കലുമില്ല. പക്ഷേ ഇനി എന്നെ ഒന്ന് കെട്ടിച്ചാൽ, നിങ്ങൾക്ക് തോന്നിയ പാർശ്വ ഇനി ഒന്ന് കെട്ടിക്കണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം.
സിന്ധു ലൈവിലിരുന്ന് കേൾക്കുന്നുണ്ട്. 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് വേണമെന്നാ ചിന്ത. ചോദിച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോയപ്പോൾ ചോദിച്ചില്ല. അന്യഭാഷ ഉണ്ടോ അഭിഷേകം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. ചോദിക്കാൻ എന്താന്ന് നിങ്ങൾ ചോദിച്ച കാര്യം പറയാം. എൻ്റെ ആശാൻ്റെ മോളായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് പണി സാധനവും പണി സൈറ്റിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് ആശാന്റെ വീട്ടിൽ വൈകിട്ട് ചെല്ലുമ്പോൾ അകത്ത് അമ്മയും മക്കളും കൊണ്ട് ഹൂഡ ജാന ഹൽക്ക റന്ത റേക്കെ ലേക്കെ ഷേക്കേൽ ഇത് പറയുന്ന കേട്ട് ഞാനും പുറത്തു നിന്ന് ഡിസ്കോ അടിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മച്ചി കഥകം തുറന്നു വന്നു. അവിടെ നിന്നതാ. പിന്നെ കുറെ നാൾ കളിക്കേണ്ടി വന്നില്ല. ഊട്ടത്തിൽ കയറി കളിച്ചു. ഒരു സ്വോത്രം എന്ന് പറഞ്ഞേ അത്രയും പറഞ്ഞെങ്കിൽ ഞാൻ ആ വിഷയം അങ്ങ് വിടുകയാ. അതുകൊണ്ട് ചോദിക്കേണ്ടി വന്നില്ല. കൊച്ചൻ നിന്റെ മേലെ അഭിഷേകം കൊണ്ടൊന്ന് ചോദിക്കേണ്ടി വന്നില്ല. ആമേൻ ആമേൻ ആമേൻ. അവിടെ ശിക്ഷ്യപ്പെട്ട് ആമേൻ അന്ന് ചെന്ന് 2 സവാള വിജയം ഒരു ഉണ്ടമ്പരി മേടിച്ചുകൊണ്ടുപോയി ശിക്ഷ്യപ്പെട്ടെ. കാരണം എല്ലാവരും ശിക്ഷ്യപ്പെടുമ്പോൾ ബെറ്റലേം അടയ്ക്കും കൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ വെറ്റിലയും മേടിച്ചിട്ടുണ്ട് എന്നപ്പോൾ കൂടെ പോകുന്ന പുള്ളി പറഞ്ഞു വിടാം, ആ പുള്ളി പെന്തക്കോസുകാരനാണ്, വെറ്റില എടുത്ത് പുള്ളി വലിച്ചെറിഞ്ഞ് കളയും. അത് കാരണം വെറ്റില കിട്ടില്ല, 2 ഉണ്ടമ്പരി കിട്ടി. അങ്ങനെ ഉണ്ടമ്പരിയും കൊണ്ട് പോയി ശിഷ്യപ്പെട്ട ഏക ഒരു ശിഷ്യ ഞാനാ. അപ്പം നിങ്ങളേക്ക് ആ ഉണ്ടമ്പരി എവിടെ? ആ 2 ഉണ്ടമ്പരിയായി ഇവര്. ആ ഉണ്ടമ്പരി കഴിച്ചവരായി ഇവര്. സ്വതന്ത്രം കരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ ഒന്ന് പറഞ്ഞേ. അപ്പൊ എന്താണ് ശിമയോന്റെ പ്രത്യേകത? പറ. ശിമയോന്റെ പ്രത്യേകത പറ. പരിശുദ്ധാത്മാവിന്റെ അല്ല ആദ്യം തൊട്ട് പറ. നീതിമാനായിരുന്നു. 2 ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. മറ്റുള്ളവന്റെ ആശ്വാസത്തിന് വേണ്ടി 3 പരിശുദ്ധാത്മാവ്. എന്റെ ശരീരം അങ്ങ് നിറയ ഒരു ഭയങ്കര അഭിഷേകം ഇന്ന് പകൽ വ്യാപരിക്കുക. ഒരു ഭയങ്കര ദൈവശക്തി ലഭിച്ചോ? ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഈ പകൽ ചലിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നിറയട്ടെ, കുഞ്ഞുങ്ങൾ നിറയട്ടെ, ഈ മക്കൾ നിറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ നിറയട്ടെ, ഈ മക്കൾ നിറയട്ടെ. അഭിഷിക്തന്മാരെ പ്രാർത്ഥിക്ക്, ദൈവദാസന്മാരെ പ്രാർത്ഥിക്ക്. അവന്റെ മേൽ അഭിഷേകമുണ്ട്, അവന്റെ മേൽ ആത്മനിറവുണ്ട്. അവന്റെ മേൽ ആത്മാവുണ്ട്, അവന്റെ മേൽ ആത്മനിയോഗമുണ്ട്, അവന്റെ മേൽ ആത്മനിയോഗമുണ്ട്, അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. ഇവനെയാ ദൈവം ഉപയോഗിച്ചത്, അവനെയാ ദൈവ അഭിഷേകം ചെയ്തത്, അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആമേൻ. ഇവനായിരുന്നു ഇസ്രായേൽ യേശുവിനെ കയ്യിലെടുത്ത് വാഴ്ത്തിയ, അവൻ സ്തുതിച്ച ശിമയോൻ. അവന്റെ പ്രത്യേകത അവന്റെ മേൽ ആത്മാവുണ്ട്. വീടില്ലെങ്കിലും ആത്മാവുണ്ടാവട്ടെ. വിലപിടിപ്പുള്ള വാഹനമില്ലെങ്കിലും ആത്മാവുണ്ടാവട്ടെ. മറ്റൊന്നും എടുത്തു പറയാനില്ലെങ്കിലും ആത്മാവുണ്ടാവട്ടെ. മറ്റൊന്നും കാണിക്കാനില്ലെങ്കിലും ആത്മാവുണ്ടാവട്ടെ. അവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, അവനെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല, അവന്റെ ത്വക്ക് ചുളിയത്തില്ല, അവന്റെ കണ്ണും മങ്ങിപ്പോവത്തില്ല. ഓ റിബാനബസേകേലരബനെ, കേട്ട വാഗ്ദത്തങ്ങൾ വൈകിപ്പോയാൽ അവൻ ക്ഷീണിക്കാത്തതിന്റെ കാര്യം അവന്റെ മേൽ ആത്മാവുണ്ടായിരുന്നു. എന്ന് ഒരു ദിവസം കേട്ടു, നീ ഇസ്രായേലിന്റെ രക്ഷകനെ നീ കാണും. കാണുമെന്നുള്ള വാഗ്ദത്തം കേട്ടിട്ട് കാലം കുറയായി. ഇപ്പോഴും ക്ഷീണിക്കാത്ത കാര്യം ആത്മാവ് അവന്റെ മേലുണ്ട്. വാഗ്ദത്തം താമസിച്ചാലും ക്ഷീണിക്കാത്ത ഒരുവന്റെ പേര് പറ. ആത്മാവുള്ളവൻ ക്ഷീണിക്കില്ല. വാഗ്ദത്തം വൈകിയാലും അവന്റെ ഹൃദയം ക്ഷീണിക്കില്ല. കാരണം അവന്റെ മേൽ ആത്മാവുണ്ട്. പ്രാർത്ഥിക്കാം അല്ലേ? ആ ഒറ്റ ദേശത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു, യെരുശലേം. എന്നിട്ട് ശിമയോനെ കുറിച്ച് പറഞ്ഞു. യെരുശലേമിലെ ശിമയോൻ. അവന്റെ പ്രത്യേകത അവൻ നീതിമാനായിരുന്നു. നീതിമാനാണ്,
ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവൻ. പേര് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയെ പറഞ്ഞു. മോനെ, ഒരു വേറൊരു കാര്യം ഓർമ്മയുണ്ടോ? യോബിന്റെ പുസ്തകം 1:1 ഊസ് ദേശത്ത് യോബ് എന്നൊരു പുരുഷനുണ്ടായിരുന്നു. യോബ് എന്ന് പറഞ്ഞ പുരുഷനുണ്ടായിരുന്നു. അവൻ നീതിമാനും. അപ്പൊ നീതിമാൻ ഇവിടെ ഉണ്ടല്ലോ. നീതിമാൻ ശിമയോനിൽ വന്നില്ലേ? അപ്പൊ നീതിമാൻ ശിമയോനിൽ വന്നതുകൊണ്ട് ആ നീതിമാൻ യോബിന്റെ പുസ്തകത്തിലെ നീതിമാൻ അങ്ങ് മാറ്റാം. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, ദോഷം വിട്ട് അകലുന്നവൻ. ഇട്ടോ മോനെ, വേഗം അങ്ങ് ഇട്ടോ. യോബ് 1:1 ദോഷം വിട്ട് അകലുന്നവൻ. കണ്ടോ? ഊസെന്ന ദേശത്തെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് യോബിന്റെ പേര് പറഞ്ഞിട്ട് രണ്ടാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവ് തൊട്ടു. ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവൻ. ദോഷം വരാഞ്ഞിട്ടല്ല, ദോഷം പിടിക്കാഞ്ഞിട്ടല്ല, ദോഷം ആമേൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ജാഥയായി പുറകെ വന്നിട്ട് യോബ് പറഞ്ഞു, ഇതൊന്നും എന്നെ തൊടില്ല, നീ നിന്റെ പാട് നോക്ക്, ഞാൻ ദോഷം വിട്ടകലും. എല്ലാവരും പറഞ്ഞു, ഞാൻ ദോഷം വിട്ട് അകലും, ദോഷം വിട്ടകലും. സ്തോത്രം. അവനൊരു കാര്യം തീരുമാനിച്ചു. ആമേൻ. ശിമയോൻ ഒരു കാര്യം തീരുമാനിച്ചു, നീതിമാനായി ജീവിക്കാൻ. എന്നാൽ ഊസ് ദേശത്തുള്ള ഭക്തനായ യോബ് തീരുമാനിച്ചു, ഞാൻ ദോഷം വിട്ടകലും. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന അവിടെ മുഖത്ത് നോക്കി നല്ലവണ്ണം കണ്ണിലൂട്ട് നോക്കി പറ, ഞാൻ ദോഷം വിട്ടകലും. ദോഷം ഞാൻ വിട്ടകലും. അവൻ ദോഷം വിട്ട് അകലും. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. ദോഷം വിട്ട് അകലും. ദോഷം പുറകെ വരും, ദോഷം കൂടെ വരും. നീ എവിടെ പോകുന്നു അവിടെ വരും. ഒരു അല്ലലി ഒന്ന് പറഞ്ഞേ. ആമേൻ. ഒരിക്കലൊരു മനുഷ്യൻ ആമേൻ വീട് സ്ഥലവും വിറ്റ് ആ പുള്ളിക്കാരൻ കട്ടപ്പനക്ക് പോയി. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഉദ്ദേശി വന്നിട്ട് പറഞ്ഞു, പാപം നിന്റെ എവിടെ കിടക്കുന്നു? ആ വാതിക്കെ കിടക്കുന്നു. ആ വീടും വിറ്റു, വാതിലും വിറ്റു. വീടും വിറ്റു. പുള്ളി ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നേ? കട്ടപ്പനെ. അവിടെ ചെന്ന് ഇനാഗ്രേഷൻ നടത്തിയതിന്റെ 3-ാമത്തെ ദിവസം അടുത്തൊരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഇവിടെയും പാപം ഇവിടെ കിടക്കുന്നു. പുള്ളി പറഞ്ഞു, ലോൺ അടച്ച് തീരാൻ നിൽക്കുക, ഇതും വിൽക്കാൻ. അപ്പോൾ ഉടനെ വേറെ ആവശ്യം പറഞ്ഞു, ലോകത്തിലെവിടെ ചെന്ന് താമസിച്ചാലും ഇതേ ദൂത് അഭിഷിക്തന്മാർ പറയും, വാദിക്കലുണ്ട്. പക്ഷെ ഇതിനെ ജയിക്കാൻ ഒരു കാര്യം പറയാം, നീ ദോഷം വിട്ടകലണം. നീ ദോഷം വിട്ടകലണം. യോബിന്റെ പ്രത്യേകത, ദോഷം അവൻ വിട്ടകന്നു. ദോഷം വിട്ട് അവൻ മാറി. അവന്റെ പ്രത്യേകത അതാണ്, അവൻ ദോഷം വിട്ടു മാറി. ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടി ഒറ്റ ശ്വാസത്തിൽ ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞോ മഴ പെയ്യുക. ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. താനൊരു നിലപാടെടുത്തു. ആ നിലപാട്, എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറില്ല. എൻ്റെ ദൈവം ബോഷ്ക്ക് പറയില്ല. ദൈവം പറഞ്ഞ പോലെ ചെയ്യും. ഞാനൊരു നിലപാടെടുക്കുന്നു. ഞാൻ രാജാവിനോട് പോയി പറയും, ഞാൻ പറഞ്ഞിട്ടല്ലാതെ. ഈ ആണ്ടിൽ ശിമയോൻ നീതിമാനായിരുന്നു, യോബ് ദോഷം വിട്ടകലുന്നവനായിരുന്നു, ഏലിയാവ് ഒരു നിലപാടിൽ. അവസാനം ഒരാളെ കുറിച്ച് പറയാം, ബർണബാസിനെ കുറിച്ച് പറയുന്നു. അവൻ നല്ല മനുഷ്യനായിരുന്നു. ബർണബാസ് ആരാ? നല്ല മനുഷ്യൻ. അപ്പൊ ഞാനിപ്പോ എത്ര കാര്യം പറഞ്ഞു? പറ മക്കൾ, പറ. 4 കാര്യം പറ. എന്തൊക്കെയാ പറഞ്ഞേ? ശിമയോൻ നീതിമാനായിരുന്നു, യോബ് ദോഷം വിട്ടകലുന്നവനായിരുന്നു, ഏലിയാവ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനായിരുന്നു. അവസാനം ബർണബാസ് നല്ല മനുഷ്യൻ. ഞാൻ ആദ്യം പറഞ്ഞ 3 ഇല്ലെങ്കിലും അവസാനം പറഞ്ഞുണ്ടായാൽ മതി. എന്താണ്? നല്ല മനുഷ്യനായി. അടുത്തിരിക്കുന്ന 2 ഇടവും വലവും ഒന്ന് നോക്കിക്കേ. എന്നിട്ട് പറ, എൻ്റെ ജീവിതത്തിൽ പറ, ആദ്യമായിട്ട് ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടു. അതീരിക്കുന്നതാ പറഞ്ഞതാ. ഇത് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം, പക്ഷെ അത് പറഞ്ഞ വിടുതല പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനെ കണ്ടു. ഷേക്സ്പിയർ എന്ന് പറയുന്ന ശക്തനായ എഴുത്തുകാരനാണ്. ഷേക്സ്പിയറിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ ഒരു ബുക്കിനകത്ത് പുള്ളി എഴുതിയ ഒരു കൊച്ചു കഥയുണ്ട്. ആ കഥ ഇതാണ്. സൂര്യൻ നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മീതെ ഉദിച്ച് നിൽക്കുമ്പോൾ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് ഒരു മനുഷ്യൻ എല്ലാവരും മുഖത്ത് കൊണ്ടുപോയി ഇങ്ങനെ നോക്കി. വായിച്ചിട്ടുണ്ടോ? എല്ലാവരും മുഖത്ത് കൊണ്ട് നോക്കി. തെരുവിലെല്ലാം ഈ വിളക്ക് കത്തിച്ച് നോക്കുന്നു. ഒരിക്കൽ ചോദിച്ചു, താങ്കൾ എന്താ ഈ നോക്കുന്നേ? പുള്ളി പറഞ്ഞു, ഞാൻ
ഒരു നല്ല മനുഷ്യനെ നോക്കി നോക്കി തൻ്റെ 60 വർഷം നോക്കി എന്നാ പറയുന്നത്. 60 വർഷം താൻ നോക്കി. ഒടുവിൽ തെരുവിൽ എവിടെയോ വെച്ച് ആ മനുഷ്യനോട് ആരോ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അവിടെ വെച്ച് താൻ യേശുവിനെ കണ്ടു. അതേ വിളക്ക് ഊതിക്കെടുത്തിയിട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ ഞാൻ കണ്ടു. അവന്റെ പേരത്ര യേശു. പൂർണ്ണനായ മനുഷ്യൻ, പവിത്രൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ. ആമേൻ. ഇന്ന് പകൽ നമ്മൾ നല്ല മനുഷ്യനാകുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ഒരു മരണവീട് ശവമടക്കം നടക്കുക. 2 പെമ്മക്കളും അമ്മയും ഈ ശവമഞ്ചത്തിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വന്നവരെല്ലാം ഈ മനുഷ്യനെ കുറിച്ച് അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആ ഫ്രീസറിനെ മൂടി മാറ്റാൻ പറഞ്ഞു. മൂടി മാറ്റ്. ഭാര്യ പറഞ്ഞതല്ലേ, മൂടി മാറ്റി. ശരിക്കും നോക്കി, സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് മൂടി അടച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അമ്മച്ചി ഇരുന്നു. മക്കൾ ചോദിച്ചു, എന്താ ഈ അമ്മച്ചി ഇങ്ങനെ നോക്കിയേ? അല്ലെ, വന്ന് പ്രസംഗിച്ചവരെല്ലാം പ്രസംഗിച്ചത് വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെയാണ് ഈ അകത്ത് കിടക്കുന്നതെന്നൊരു സംശയം. അകത്ത് കിടക്കുന്നത് ഭർത്താവ് തന്നെയാണോന്ന് നോക്കിയതാ. പുള്ളി ജീവിച്ച കാലത്തൊന്നും ഒരു സ്വസ്ഥത തന്നിട്ടില്ല. ഇതുപോലൊരു ചതിയൻ ലോകത്തിലായിരുന്നു. വന്നവരെല്ലാം ഈ പുള്ളിയെ ദൈവദൂതനായിട്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ ഭാര്യയൊക്കെ ഒരു സംശയം, ഇത് അകത്ത് കിടക്കുന്ന ഇയാൾ തന്നെയാണോ? കണ്ടു പോക്ത എൻ്റെ ആൾ തന്നെ അടച്ചോന്ന് പറഞ്ഞു. നല്ല മനുഷ്യനായിരിക്കണം. കണ്ണുകടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ നല്ല അപ്പച്ച, ആ ശിമയോനെ പോലെ ആമൻ നീതിമാനായി, കർത്താവ് യോബിനെ പോലെ ദോഷം വിട്ടകലുന്നവനായി, കർത്താവ് ഏലിയാവിനെ പോലെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവനായി, ബർന്നബാസിനെ പോലെ ഒരു നല്ല മനുഷ്യനായി ഈ കാലഘട്ടങ്ങളിൽ ജീവിപ്പാൻ ദൈവം കൃപ തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഒരല്പം സമയം മുന്നോട്ട് പോയി എന്നറിയാം, പക്ഷെ നമ്മുടെ ലോർഡ്സിൽ നിന്ന് വന്ന ദിവസമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തിൻ്റെ ദിവസമാണ്. ആമേൻ, ആമേൻ. നമ്മുടെ അടുത്ത ശനിയാഴ്ചത്തെ പ്രോഗ്രാം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താ വിഷയം? പാസ്റ്ററിന്റെ വീടിൻ്റെ കയറി താമസമാണ്. ഉണ്ടോ? മക്കൾ മറന്നില്ല, കുഞ്ഞുങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് 6-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. കർത്താവദാസൻ ടിനു ജോർജ് പാസ്റ്ററാണ് ബ്ലെസ്സിങ് പ്രെയർ നടത്തുന്നത്. ജസ്റ്റ് ഒരു അരമണിക്കൂർ അടുത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഒരിക്കൽ കൂടി പറയാം. കുണ്ടന്നൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് മരടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് കാണുന്ന പള്ളി ഓഡിറ്റോറിയം, അവിടെ നിങ്ങൾ വണ്ടി ഇട്ടാൽ മതി. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ടാകും. നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ എളുപ്പമാണ്. കുണ്ടന്നൂരിൽ നിന്ന് മരടിലേക്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് പള്ളി ഓഡിറ്റോറിയം, അവിടെ വരിക, വണ്ടി ഇടുക. നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ വീട്. എല്ലാവരും 6 മണിക്ക് കടന്നു വരണം. വൈകിപ്പോയി ജോലി സ്ഥലത്തുനിന്ന് വരാൻ താമസിച്ചു ആരും വരാതിരിക്കരുത്, എല്ലാവരും വരണം. 2, കൊച്ചിക്കാർക്ക് ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ആ ഫംഗ്ഷന് അവരെന്ത് ചെയ്യുമെന്നറിയാമോ? വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഒരാൾ വരും. കാരണം എല്ലാവരും കൂടി പോയാൽ അവരെന്ത് ചെയ്യും എന്നോർത്ത്. അങ്ങനെ വരാതിരുന്നാൽ നിങ്ങൾ രാത്രി 12 മണിയാകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാതിക്ക് നിങ്ങളുടെ ഫുഡുണ്ടാകും. കാരണം എനിക്ക് വിളിക്കാനാണെങ്കിൽ 10,000-10,000 അല്ല, അതിൽ കൂടുതൽ പരിചയക്കാരും ദൈവദാസന്മാരും മാത്രം വിളിച്ചാൽ 1000കണക്കിനുണ്ട്. ലോഡ്സ് എന്നറിയാം, 1000കണക്കിനുണ്ട്. പക്ഷേ ഈ പരിപാടിക്ക് പുറത്തൊന്നൊരൊറ്റ ആളെ ഞാൻ വിളിച്ചിട്ടില്ല. എൻ്റെ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാം കണക്കിനനുസരിച്ചാണ്. വരാതിരുന്നാൽ ഞാൻ ബംഗാളികളെ നിർത്തി നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കും. ആമേൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം. ഒരുപാട് സമയമൊന്നും നിങ്ങളെ ഇരുത്തി മുഷിപ്പിക്കില്ല, നിങ്ങളുടെ സമയം കളയത്തില്ല.
വന്ന് ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂറിനകത്ത് നിങ്ങൾ പോയി. ഇനി വന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് പോകണം, ഒരു കുഴപ്പമില്ല, ജസ്റ്റ് വീട് വന്ന് കണ്ടു, നേരെ ഓഡിറ്റോറിയത്തിൽ പോയി കഴിച്ചിട്ടങ്ങ് പോയിക്കൊള്ളുക. ആരും വരാതിരിക്കരുത്. മക്കളെ എല്ലാവരും കൊണ്ടുവരണം. സ്വതന്ത്രം കുഞ്ഞുങ്ങളെല്ലാം റെഡിയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ദിവസം വെച്ചിട്ടുള്ളത്. എല്ലാവരും എത്തുക, നമ്മുടെ കണ്ണുകടയിക്കുക. ആമേൻ. അടുത്ത ദിവസം ബോട്ട് പോകുകയാണല്ലേ? നാളെ മുതൽ നമ്മുടെ ബോട്ടുകാർ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ബോട്ട് പോകുകയാണ്. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ പലരും ബോട്ടിൽ പോകുന്നവരുണ്ട്. അടുത്ത ദിവസം ആ ബോട്ട് കടലിലേക്ക് പോകുകയാണ്. അവിടെ അധ്വാന ഫലത്തെ ദൈവം സമൃദ്ധിയാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വള്ളത്തിൽ പോകുന്നവരുണ്ട്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേക സന്തോഷ് ബ്രദറിനും കുടുംബത്തിനും കർത്താവ് ആ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ഞെരുക്കം ദൈവം മാറ്റണമേ. അവിടെ കണ്ണുനീര് ദൈവം തുടക്കണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബോട്ടിന് പോകുന്നവർക്കായി സ്തോത്രം. അവിടെ ബോട്ടിൽ കർത്താവ് നല്ല പണി ദൈവം കൊടുക്കണമേ. ആമേൻ. പടക് നിറച്ച് മീൻ കൊടുക്കണമേ. അവിടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറ്റണമേ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാമേശുവിൻ്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. കർത്താവ് എല്ലാവരെയും ധാരാളമായി